ഹായ് ഓൾ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ ഒരിക്കൽ പഠിച്ചാൽ ഒരിക്കലും മാർക്ക് നഷ്ടപ്പെടാത്തൊരു ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സ്കൂളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർട്ടിക്കിൾ എ, ഇ, ഐ, ഒ, യു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ആൻ ഉപയോഗിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വവ്വൽസിന്റെ കൂടെ. അപ്പൊ അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ കുറച്ചും കൂടെ ഒന്ന് പൊടി തട്ടി പോളിഷ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം നമ്മൾ. അത് മാത്രമേ ഇന്നത്തെ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. മാത്രമല്ല, നമ്മളെല്ലാവരും SSC, PSC, RRB തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷകളെല്ലാം എഴുതുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരുന്ന മത്സര പരീക്ഷയിൽ ആർട്ടിക്കിൾ എന്നൊരു ചോദ്യം നമുക്ക് തെറ്റാൻ പാടില്ല. അതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ക്ലാസ് മനസ്സിലാക്കുക, സംശയമുള്ളത് ഡിസ്കസ് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പുകളിൽ, വിർച്വൽ ക്ലാസ് റൂമിന്റെ ഗ്രൂപ്പുകളിൽ ഡിസ്കസ് ചെയ്യുക. ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആർട്ടിക്കിൾസിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറയുന്നു. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് നമുക്കറിയാം, എ, ആൻ, പിന്നെ ആർട്ടിക്കിൾ ദ. ഇത് മൂന്നുമാണ് നമുക്കുള്ളത്. എ, ആൻ, ദ. ഈ മൂന്ന് ആർട്ടിക്കിളിലും ഇതിനെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഡെഫിനറ്റ് ആർട്ടിക്കിളും മറ്റൊന്ന് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും. ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ദ ആണ്. ആ പേര് തന്നെ ഉണ്ട്, ഡെഫിനറ്റ്, അല്ലെ. ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ, ആൻ തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന്, സ്റ്റഡി ദ യൂസ് ഓഫ് ഡെഫിനറ്റ് ആർട്ടിക്കിൾ, സ്റ്റഡി ദ യൂസ് ഓഫ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ, ആൻഡ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റഡി ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾസ്. അതായത് ആർട്ടിക്കിൾ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നറിയുന്നതിനേക്കാൾ ഉപരിയായി ഒരുപക്ഷെ മത്സര പരീക്ഷയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആർട്ടിക്കിൾ എവിടെയൊക്കെ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ്. ക്ലാസ്സിലേക്ക് പോവാം. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് ഏതൊരു ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്ന് പരിചയപ്പെടുന്നത് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ടോപ്പിക്കായിട്ടുള്ള ആർട്ടിക്കിളിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത് എന്നൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ. കാരണം നമ്മൾ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മെജോറിറ്റിയും SSCയും PSCയും RRBയും എല്ലാം പോയി എഴുതുന്നവരാണ്. അപ്പോൾ ഈ മത്സര പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസിലെ ചെറിയൊരു ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളെ കാണിക്കുന്നു. ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫ്രം ആർട്ടിക്കിൾ ടോപ്പിക്കാണ് കാണുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ രണ്ടും ഒന്ന് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിലൊന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഉത്തരം അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഹീസ് ഡാഷ് ഓണസ്റ്റ് മാൻ. ആർട്ടിക്കിൾ എ, ആൻ, ദ ഒക്കെയാണ് നമ്മുടെ ഓപ്ഷൻസിലുള്ളത്. ഇങ്ങനെയുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് PSCക്ക് കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരാറുള്ളത് ഈ ആർട്ടിക്കിൾ എന്ന പോർഷനിൽ നിന്നും. അതുപോലെ തന്നെ ദേ മെയ്ഡ് ഹിം ഡാഷ് കിങ് ഓഫ് ദ കൺട്രി. അവിടെയും ആൻ, എ, ദ, നോ ആർട്ടിക്കിൾ എന്നുള്ള 4 ഓപ്ഷനുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അതുപോലെ തന്നെ ഇതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നേരെ താഴെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കാണാവുന്നത്, മൈ ഫ്രണ്ട് ഇസ് ഓൾവേസ് ലൈക്സ് ടു ട്രാവൽ ബൈ ദ എയർ സിൻസ് ഹീസ് എ വെരി ബിസി പേഴ്സൺ. ഇത് സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ബീങ് MA ഓൺലി ഹി കുഡ് നോട്ട് ബി അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് എ ലെക്ചറർ. ഇതും സ്പോട്ട് ദ എറർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരേ ടോപ്പിക്കിൽ നിന്ന് 2 ടൈപ്പ് ചോദ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന് വളരെ ഈസി ആയിട്ട്, എല്ലാം ഈസിയാണ്, കാരണം ഈ ആർട്ടിക്കിൾ എന്ന ടോപ്പിക്ക് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ ഒരൊറ്റ നോട്ടത്തിൽ ആൻസർ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു ബ്ലാങ്കിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ 2 എണ്ണമെങ്കിൽ, രണ്ടാമത്തത് ആ എറർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട എറർ ആയതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന എററാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആർട്ടിക്കിളിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന, ആർട്ടിക്കിളിൻ്റെ വീഡിയോ കാണുന്ന ആ ദിവസം നിങ്ങൾക്ക് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഈസി ആയിരിക്കും. പക്ഷേ ഇത് മിക്സ്ഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോ ഒരു മോക്ക് ടെസ്റ്റിലോ വരുമ്പോൾ ആൻസർ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അതാണ് പലർക്കും ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. കാരണം ആ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുന്ന അന്നേ ദിവസം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും അതിൻ്റെ ക്വസ്റ്റ്യൻസ്. പക്ഷേ അത് മിക്സ്ഡായിട്ട് വരുമ്പോൾ പലർക്കും പറ്റാറില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമുക്ക് വെറുതെ ഒന്ന് നോക്കാം. ഇത് കാരണം ഇത് ഇപ്പം നിങ്ങൾ ആൻസർ നോക്കണ്ട, കാരണം ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഹീസ് ഓണസ്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓണസ്റ്റിൻ്റെ കൂടെ എന്താണ് ആർട്ടിക്കിൾ ചേർക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വഴിയെ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഓപ്ഷൻ എ, ദേ മെയ്ഡ് ഹിം ഡാഷ് കിങ് ഓഫ് ദ കൺട്രി. ഇവിടെ ഓപ്ഷൻ എ ആൻ ഉണ്ട്, B A ഉണ്ട്, C ദ ഉണ്ട്. അപ്പോൾ ദേ മെയ്ഡ് ഹിം ദ കിങ് ഓഫ് ദ കൺട്രി.
അടുത്ത മൈ ഫ്രണ്ട് ഇസ് ഓൾവേസ് ലൈക്സ് ടു ട്രാവൽ ബൈ ദ എയർ സിൻസ് ഹീസ് എ വെരി ബിസി പേഴ്സൺ എന്നാണ്. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഈ 4 ഓപ്ഷനിൽ ആദ്യത്തെ ഓപ്ഷൻ ഓരോ സ്പ്ലിറ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. പാർട്ട് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ ശരി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ എറർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് ആർട്ടിക്കിളിൻ്റെ ടോപ്പിക് ആയതുകൊണ്ട് നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഇതാണ് തെറ്റെന്ന് പറയുന്നത്, ദ എയർ എന്ന് പറയുന്നത്. ഇവിടെ ഇത് തെറ്റായിട്ടുള്ളൊരു യൂസേജ് ആണ്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ ഡീറ്റെയിൽഡ് ആയിട്ട്. മൈ ഫ്രണ്ട് ഇസ് ഓൾവേസ് ലൈക്സ് ടു ട്രാവൽ ബൈ എയർ എന്ന് മതി, ബൈ ദ എയർ എന്ന് വേണ്ട. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൻ്റെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കില്ല എന്നുള്ളൊരു റൂളുണ്ട്. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. ബീയിങ് MA ഓൺലി ഹീ കുഡ് നോട്ട് ബി അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് എ ലെക്ചറർ. ഇവിടെയും 4 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പറയാവുന്ന കാര്യമെന്ന് പറയുന്നത് ഇവിടെയാണ്. കാരണം MA എന്നുള്ളത് ലെറ്ററിൻ്റെ മുന്നിൽ ആർട്ടിക്കിൾ ഉപയോഗിക്കണം. ആ ആർട്ടിക്കിൾ ഉപയോഗിക്കുക എന്നുള്ളത് കൃത്യമായിട്ടുള്ള ആർട്ടിക്കിൾ ഉപയോഗിക്കണം. അതുകൊണ്ട് തന്നെ ഈ ആൻസർ ഇവിടെ എന്താണ് എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ്. ബീയിങ് ഇവിടെ ആൻ എന്നുള്ള ആർട്ടിക്കിൾ ചേർക്കുക എന്നുള്ളതാണ്. ബീങ് ആൻ MA ഓൺലി ഹീ കുഡ് നോട്ട് ബി അപ്പോയിൻറ്റഡ് ടു ദ പോസ്റ്റ് ഓഫ് എ ലെക്ചറർ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇത് ശരിയായിട്ട് വരുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത്. അത് മാത്രമാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പരിചയപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലേക്ക് പോവാം. ഈ ഓരോന്നിൻ്റെയും ആർട്ടിക്കിളിൻ്റെ യൂസേജിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആർട്ടിക്കിൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. നമുക്കുള്ള ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എ ആൻഡ് ദ, അല്ലേ? എ ആൻഡ് ദ. ഇത് ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ യൂസാണ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് എ ആൻഡ് തുടങ്ങിയിട്ടുള്ള ഇത് ഏത് ആർട്ടിക്കിളാണ്? ഡെഫിനിറ്റ് ആണോ ഇൻഡെഫിനിറ്റ് ആണോ? ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഈ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൻ്റെ യൂസേജിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ വവ്വൽസ് ആൻഡ് കോൺസണൻസിനെ കുറിച്ച് നമ്മൾ കേട്ടു. സ്കൂൾസിലൊക്കെ നമുക്കറിയാം വവ്വൽസ് ആൻഡ് കോൺസണൻസ്. വവ്വൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം AEIOU, AEIOU ഇതൊക്കെയാണ് വവ്വൽ സൗണ്ട്സ് എന്നറിയാം. ഇതിൽ തുടങ്ങുന്ന ലെറ്ററുകളൊക്കെ നമ്മൾ ആൻ ഉപയോഗിക്കണമെന്നൊക്കെ നമ്മൾ സ്കൂൾസിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതുതന്നെയാണ്, പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. AEIOU എന്ന് തുടങ്ങുന്ന വവ്വൽ സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകൾ എന്നാക്കി മാറ്റണം. ക്ലിയർ ആയല്ലോ? ഇതിന് ഇംഗ്ലീഷ് ഫോണറ്റിക്സ് എന്ന് പറയും. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവർക്കറിയാം ഫോണറ്റിക്സ്. ശബ്ദങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ AEIOU നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ മലയാളത്തിൽ? അപ്പോൾ അതുപോലെ തന്നെയാണ് സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, അതുപോലെ തന്നെ വവ്വൽസ് ആൻഡ് കോൺസണൻസ്. അപ്പോൾ ഈ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നിലാണ് നമ്മൾ ആൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രൈമർലി ബൈ സൗണ്ട് തന്നെയാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. സൗണ്ട് ബേസ്ഡ് ഓൺ സൗണ്ട് ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ദെൻ ഞാൻ പറയാം, ആർട്ടിക്കിൾ എ ഈസ് യൂസ്ഡ് ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട്. ക്ലിയർ ആയാലും ഒന്നുകൂടെ പറയുന്നു, എഴുതിയിരിക്കേണ്ടവർക്ക് എഴുതിയിരിക്കാം കേട്ടോ. ആർട്ടിക്കിൾ എ ഈസ് യൂസ്ഡ് ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ. സിംഗുലർ കൗണ്ടബിൾ നൗൺ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, with a consonant sound. Okay, article A is used before a singular countable noun with a consonant sound. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട. കോൺസണന്റ് സൗണ്ട് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. എക്സാമ്പിൾസ് ഞാൻ എഴുതാം. ഇപ്പോൾ നമ്മൾ സാധാരണ കേൾക്കുന്ന ഈ വവൽ സൗണ്ട് അല്ലാത്ത എല്ലാത്തിനെയും നമുക്ക് പറയാം. ഇപ്പോൾ എ ബോയ് പറയാറില്ലേ? എ ചൈൽഡ്, ശരിയല്ലേ? എ ബുക്ക്, ശരിയല്ലേ? എക്സെട്ര. അപ്പോൾ ഇതിലൊക്കെ അറിയാം ഇതൊന്നും തുടങ്ങുന്നത് എന്തിലല്ല? വവൽസിലല്ല. നമുക്കറിയാം വവൽ സൗണ്ടിലല്ല. എ ചൈൽഡ്, എ ബോയ്, എ ബുക്ക്, എന്ത് വേണമെങ്കിലും. ഇനി അപ്പോൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ എ യൂസ് ചെയ്യുന്ന ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? എ സിംഗുലർ കൗണ്ടബിൾ നൗൺ വിത്ത് എ കോൺസണന്റ് സൗണ്ട്. അതായത് വവൽ സൗണ്ട് അല്ലാത്ത എന്തിലും, എ ബോയ്, ചൈൽഡ്, ബുക്ക്, ബോൾ തുടങ്ങിയിട്ടുള്ള എന്തിലും ആവാം. ഇനി രണ്ടാമത്തെ കേസാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മളെ പറ്റിക്കാൻ പോകുന്ന സംഭവമാണ്.
രണ്ടാമത്തെ കാര്യം ഇതാണ്, എ വവൽ എഴുതിക്കോളൂ. അതായത് എവിടെയാണ് എ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എ വവൽ ഗിവിങ് the sound of a consonant. Sound of a consonant. അതായത് നമ്മൾ നോക്കുമ്പോൾ വവ്വലായിരിക്കും. അതായത് വവ്വൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, എ ഇ ഐ ഒ യു. നമ്മൾ നോക്കുമ്പോൾ ഈ ആശാന്മാരായിരിക്കും വാക്കിൻ്റെ തുടക്കത്തിൽ ഉണ്ടാവുക. പക്ഷേ ഇറ്റ് പ്രൊഡ്യൂസസ് എ കോൺസണൻറ്റ് സൗണ്ട്. അതായത് എ ഇ ഐ ഒ യു തുടങ്ങിയിട്ടുള്ള വാക്കുകളല്ലാതെ, ആ സൗണ്ടുകളല്ലാത്തത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എ ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ കേസ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ കേസാണ് പറയുന്നത് വവൽ ഗിവിങ് ദ സൗണ്ട് ഓഫ് എ കോൺസണൻറ്റ്. എക്സാമ്പിൾ ചെയ്യാൻ പറയാം, അപ്പം നല്ല ക്ലിയർ ആവും നമുക്ക്. ഓക്കെ, എക്സാമ്പിൾ എ one-eyed man. A European. A university student. A universal problem, etc. ഇവിടെയൊക്കെ നോക്കുക, നമ്മൾ ആദ്യത്തെ ലെറ്റർ നോക്കൂ, ഒ ആണ്, യു ആണ്, ഇ ആണ്, യു ആണ്, അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് ഈ പറഞ്ഞതെല്ലാം, ഇതെല്ലാം എന്താണ്? നമ്മുടെ കണക്കിൽ, നമ്മൾ സ്കൂളിൽ പഠിച്ച കണക്കിൽ എന്താണ്? വവൽസ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വവൽസ് ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെയാണെങ്കിൽ വവൽസിന് മുമ്പ് ആൻ യൂസ് ചെയ്യണം. പക്ഷേ നമ്മൾ ആൻ one-eyed man എന്നല്ല പറയുക, എ one-eyed man, എ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ്, എ യൂറോപ്യൻ, എ യൂണിവേഴ്സൽ പ്രോബ്ലം തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതൊന്നും കൂടെ ക്ലിയർ ആവാൻ വേണ്ടി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ ഈ എ ഉപയോഗിച്ച്, എ തുടക്കത്തിൽ വവലായിട്ട് ഉപയോഗിച്ച വാക്കുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒന്ന് ഒ ആണ്, മറ്റൊന്ന് യു ആണ്, അല്ലേ? ഒ വെച്ചുള്ള മറ്റുള്ള വാക്കുകളൊക്കെ ഒന്ന് പറഞ്ഞേ. ഒണിയൻ. യു വെച്ചുള്ളൊരു വാക്ക് പറഞ്ഞേ, അംബർല, അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കൂ, ഇവിടെ ഈ ഒണിയൻ എന്ന് പറയുമ്പോൾ ഈ ഒ എന്നുള്ള വാക്കാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇവിടെ നോക്കൂ, നമുക്ക് തന്നിട്ടുള്ളതിൽ one-eyed man എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? വാ അല്ലേ? ഒ എന്ന് പറയുന്നത് എന്താണ്? വവലാണ്. അതുകൊണ്ട് നമ്മൾ അനോണിയൻ എന്ന് പറയുന്നു. വാ എന്ന് പറയുന്നത് എന്താണ്? കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ എ one-eyed man എന്ന് പറയുന്നു. ക്ലിയർ ആയല്ലോ? ഇതൊക്കെ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. അതുപോലെ തന്നെ അംബ്രല്ല നമ്മളെങ്ങനെ ഉപയോഗിക്കാറ്? അൻ അംബ്രല്ല. കാരണം അല്ലേ? എന്താണ് നമുക്കറിയാം, വവൽ സൗണ്ടാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഈ യു ഒക്കെ നോക്കൂ, ഇതിനൊക്കെ ഒരു പ്രൊണൗൺസിയേഷൻ വരുന്നത് യു എന്നുള്ളതാണ്. യു എന്നുള്ളത് കോൺസണൻറ്റ് സൗണ്ട് അല്ലേ? ഇവിടെ എന്ന് വന്നുകൊണ്ടാണ് വവലായിട്ട് ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒയും യുയും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ, ഇത് സിമ്പിളാണ്. ഇത് കേട്ട് ഈ വാക്കുകൾ പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും തെറ്റില്ല, അത്രയും ഉറപ്പുള്ള കാര്യങ്ങളാണിത്. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇനി ആൻ, നമ്മൾ എയുടെ കാര്യമാണ് പറഞ്ഞത്. ആൻ ഇസ് യൂസ്ഡ് ബിഫോർ എ വേർഡ്. എഴുതിക്കോളൂ, എ വേർഡ് ബിഗിനിങ് വിത്ത് കണ്ടീഷൻ നമ്പർ 1 എ വവൽ സൗണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വവൽ സൗണ്ട് പറഞ്ഞാൽ നമുക്ക് ഏതാ? എ ഇ ഐ ഒ യു ഒക്കെ അല്ലേ? അപ്പോൾ ആൻ ഉപയോഗിക്കുന്നത് വവൽ സൗണ്ടിൽ തുടങ്ങുന്നതിൻ്റെ കൂടെയാണ്. നമുക്ക് ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കുന്ന എക്സാമ്പിൾ ആൻ എലിഫൻറ്റ്, ആൻ ആപ്പിൾ, ആൻ ആസ്, ആൻ അംബർല. ഓക്കെ, ഇതൊക്കെ നമുക്കറിയുന്ന കാര്യമല്ലേ? ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ആൻ is used with a word with a mute h. മ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ? അതായത് ഏതെങ്കിലും ഒരു വേർഡിൽ എച്ച് തുടക്കത്തിൽ തന്നെയുണ്ട്, പക്ഷെ അത് മ്യൂട്ടാണെങ്കിൽ, സൈലൻ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ഉപയോഗിക്കണം? ആൻ ഉപയോഗിക്കണം.
ഒരു പക്ഷേ അത് ഈ പറഞ്ഞ പോലെ വവ്വൽ ആയിട്ട് നമുക്ക് തോന്നില്ലെങ്കിൽ കൂടെ ആ മ്യൂട്ടായിട്ടുള്ള എച്ച് വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനത്തെ കുറച്ച് വാക്കുകളേ ഉള്ളൂ, അത് പഠിച്ചാൽ പിന്നെ അത് തീർന്നു. ഓക്കെ, എക്സാമ്പിൾസ് ഞാൻ എഴുതാം. ഇതെങ്ങനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറ്? ആൻ ഹവർ എന്നാണോ? അല്ല, ആൻ അവർ എന്നാണ്. ഓക്കെ, അപ്പോൾ അവർ എന്നുള്ളത് മ്യൂട്ട് എച്ച് ആണ്, സോ ആൻ ഉപയോഗിക്കുന്നു. ദെൻ ആൻ ഹെയർ എന്നല്ല എയർ. ദെൻ ആൻ ഓണറബിൾ പേഴ്സൺ. An honorable person. An honest man. ഹോണസ്റ്റ് എന്ന് പറയരുത്, an honest man. അവിടെയൊക്കെ എച്ച് മ്യൂട്ടാണ്. an hourly post, an honorary post, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, എച്ച് മ്യൂട്ടാണ്. പിന്നെ മാത്രമല്ല ഈ എച്ച് മ്യൂട്ടായിട്ട് ബാക്കി തുടങ്ങുന്ന വാക്ക്, അതായത് ഇവിടെ ഇപ്പോൾ എച്ച്, ഇതിലൊക്കെ എച്ച് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി തുടങ്ങുന്ന വാക്ക് എന്തായിരിക്കും? വവ്വലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് an അവർ എന്ന് പറഞ്ഞാൽ ആ ആണ്. ആൻ എയർ എ ആണ്. ആൻ ഓണറബിൾ ഓ. ആൻ ഓണസ്റ്റ് ഓ. അവിടെയൊക്കെ ഓ ആണ് വരുന്നത്. ഓ എന്ന് പറഞ്ഞാൽ എന്താണ്? വവ്വലാണ്. സോ വിത്ത് എ മ്യൂട്ട് എച്ച് നമ്മൾ ആൻ ആണ് ഉപയോഗിക്കുക. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഇതിൻ്റെ മറ്റ് ആപ്ലിക്കേഷനിലേക്കും ഇത് ഉപയോഗിക്കുന്ന റൂളുകളിലേക്കൊക്കെ, ഇതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റ് ആപ്ലിക്കേഷൻ റൂളുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻ ഉപയോഗിക്കുന്ന മറ്റൊരു കേസ് ഞാൻ പറയാം. ഇപ്പോൾ ചില ലെറ്ററുകൾ നമ്മൾ ഈ അബ്രീവിയേഷൻസ് ചുരുക്കെഴുത്തായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ LLB സ്റ്റുഡൻറ്റ്, MP, MLA, SP, എക്സെട്ര. ഇവിടെയൊക്കെ നോക്കി നമ്മൾ LLB സ്റ്റുഡൻ്റ് എന്ന് വെക്കണോ, ആൻ LLB സ്റ്റുഡൻ്റ് വെക്കണോ? MP എന്നാണോ ആൻ MP എന്നാണോ നമ്മൾ പറയാറ്? MLA എന്നോ ആൻ MLA എന്നാണോ നമ്മൾ പറയാറ്? SP എന്നാണോ ആൻ SP എന്നാണോ പറയാറ്? ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആൻ ആണ്. ആൻ LLB സ്റ്റുഡൻറ്റ്, ആൻ MP, ആൻ MLA, ആൻ SP. ഇതിൻ്റെയൊക്കെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ലെറ്റർ നമുക്ക് ഇത് കോൺസണൻ്റ് ആണ്, ഇത് കോൺസണൻ്റ് ആണ്, ഇത് കോൺസണൻ്റ് ആണ്, ഇത് കോൺസണൻ്റ് ആണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ വവ്വൽ സൗണ്ടിന് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുന്ന ആ വാക്ക് ശ്രദ്ധിക്കുക. ഇത് അബ്രിവിയേഷൻസിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ നോക്കൂ, LLB. അപ്പോൾ ഇങ്ങനെയല്ലേ വരിക? മലയാളത്തിൽ എഴുതുകയാണ് എൽ. അപ്പോൾ എൽ എന്താണ്? വവ്വലാണ്. MP, അവിടെയും MP, എം, അതെന്താണ്? വവ്വലാണ്. MLA, അതും ഏതിൽ വെച്ചിട്ടാണ് MLA എന്നാണ് വരുന്നത്. SP, അതും A എന്നുള്ള ലെറ്ററിലാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ വാക്കുകൾ ശ്രദ്ധിച്ചിരിക്കുക. ആൻ LLB, MP, MLA, SP, എക്സ്റേ, MA, ഇതൊക്കെ വരുമ്പോൾ എന്താണ്? നമ്മൾ MAയും കൂടി ഞാൻ എഴുതാം. MA ഇതൊക്കെ വരുമ്പോൾ ഇതൊക്കെ ചുരുക്കെഴുത്തുകളാണ്, നമ്മൾ അബ്രീവിയേഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം? അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നോക്കിയിട്ട് നമ്മൾ ആൻ ഉപയോഗിക്കണം. അതുപോലെ തന്നെ മറ്റ് ലെറ്റേഴ്സ്, ഇപ്പോൾ ആന്, ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻ ഉപയോഗിക്കാൻ നമുക്കൊരു വവ്വൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ അബ്രീവിയേഷൻ വരുമ്പോൾ വവ്വൽ സൗണ്ടിൽ എ എന്നുള്ള വാക്കോ അല്ലെങ്കിൽ വവ്വൽസോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് സൗണ്ടിനെ ഞാൻ ഒരു ലെറ്റേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് F, H, L, M, N, R, S, X. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ, ഈ ലെറ്റേഴ്സ് കംപ്ലീറ്റ് ദേ വിൽ പ്രൊഡ്യൂസ് ദ സൗണ്ട് ഓഫ് A or E. അതായത് എഫ് എന്ന് പറഞ്ഞാൽ എ ആണ്, ആണ് തുടങ്ങുന്നത്. H, A ആണ് തുടങ്ങുന്നത്. L, M, N, R, S, X. അപ്പോൾ ഇതൊക്കെ തുടങ്ങുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നൊന്നെങ്കിൽ A or Eയിലാണ് തുടങ്ങുന്നത്. അപ്പോൾ A or Eയിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അത് വവ്വൽസ് ആണ് വെക്കേണ്ടതെന്ന്. ഓക്കെ, അതുപോലെ തന്നെ എക്സ്റേ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക? ദിസ് ഇസ് എ എക്സ്റേ എന്നാണോ ആൻ എക്സ്റേ എന്നാണോ പറയുക? ദിസ് ഇസ് ആൻ എക്സ്റേ. പക്ഷേ നെവർ യൂസ് ദിസ് ഇസ് ആൻ എക്സ്മസ് സെലിബ്രേഷൻ എന്ന് പറയരുത്.
എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്മസ് എന്നുള്ളത് ശരിക്ക് അങ്ങനെ ഒരു വേർഡ് ഇല്ല. അത് നമ്മൾ ചുരുക്കെഴുത്തിന് ഈസി ആയിട്ട് അതിനു വേണ്ടി നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അത് റോങ് യൂസേജ് ആണ്. അപ്പോൾ എന്താണ് അത് ശരിക്കും വരുന്നത് എന്താണ്, ക്രിസ്മസ് എന്നുള്ളതാണ്, നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അത് ആ കാര്യത്തിൽ മാത്രം അങ്ങനെ യൂസ് ചെയ്യരുത്. ക്ലിയർ? ഇനി അടുത്ത റൂളിലേക്ക്, എ ഓർ ആൻ ഈസ് യൂസ്ഡ് ബിഫോർ a singular countable noun when it represents a class. A or an is used before a singular countable noun when it represents a class. അതായത് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കാറ്റഗറി മൊത്തം. ഇപ്പോൾ നമ്മൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഡോക്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഏതെങ്കിലും ഒരു ഡോക്ടറല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോൾ സാധാരണ അങ്ങനെ ഒരു കാറ്റഗറീനെ മൊത്തം കാണിക്കാൻ വേണ്ടി നമ്മൾ പറയാറുണ്ട്, മനുഷ്യൻ എന്തൊരു ജീവിയാണല്ലേ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാവുന്ന കാര്യമാണോ ഇത് എന്ന് വെച്ചാൽ, ആ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാൾ ഉദ്ദേശിച്ചാണോ? അല്ല, ആ മനുഷ്യൻ എന്ന് പറയുന്ന കാറ്റഗറിയെ മൊത്തം ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ അതുപോലുള്ള എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളൂ. A doctor should be humane. അതായത് എ ഡോക്ടർ എന്നിവിടെ പറയുന്നത് ഏതെങ്കിലും ഒരു ഗൈനക്കോളജിസ്റ്റോ കാർഡിയോളജിസ്റ്റോ ഒന്നല്ല, ഡോക്ടർ എന്ന് പറയുന്ന കാറ്റഗറിയെ മൊത്തമാണ് നമ്മൾ പറയുന്നത്. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ, an elephant said to have long memory. An elephant said to have long memory. ഇവിടെ an elephant എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാനയല്ല. ഏതാണ്? ഏതാന, ഒരു ആന എന്ന് പറയുന്ന കാറ്റഗറി മൊത്തമാണ്. അതുപോലെ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഇനിയും പറയാം. എ ട്രയാങ്കിൾ ഹാസ് 3 sides. ശരിയല്ലേ? അപ്പോൾ എ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ എ ഉപയോഗിച്ചാണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ അത് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിനല്ല ഉദ്ദേശിക്കുന്നത്, ട്രയാങ്കിൾ എന്ന് പറയുന്ന കാറ്റഗറിയെ മൊത്തമാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ എ കൗ ഇസ് എ യൂസ്ഫുൾ ആനിമൽ. ഒരു പശു എന്ന് പറയുന്നത് ഉപകാരമുള്ളൊരു ആനിമലാണെന്നല്ലേ. അപ്പോൾ ഒരു പശു എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പശുവാണ്, ആ ഒരു തൊഴുത്തിൽ കണ്ടതോ അല്ലെങ്കിൽ പാടത്ത് കെട്ടിയിട്ടിരിക്കായിട്ട് ഏതെങ്കിലും ഒരു പശുവിനെ ഉദ്ദേശിച്ചിട്ടല്ല പറയുന്നത്. എ റോസ് ഇസ് എ ഫ്ലവർ, റോസ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. എന്ന് പറയുന്നത് എന്താണ്? അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ റോസ് എന്ന് പറയുന്ന ചെടിയെ മൊത്തമായിട്ടാണ് പറയുന്നത്. അതുപോലെ എ സൺ ഷുഡ് ബി ഒബീഡിയൻറ്റ്. എ സൺ ഷുഡ് ബി ഒബീഡിയൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കുട്ടിയല്ല, ഒരു മകൻ എന്ന രീതിയിൽ എല്ലാവരെയും ആ ക്ലാസ്സിനെ മൊത്തം ഉദ്ദേശിച്ചാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് എ ഓർ ആൻ ഇസ് യൂസ്ഡ് ബിഫോർ എ സിംഗുലർ കൗണ്ടബിൾ നൗൺ വെൻ ഇറ്റ് റെപ്രസെൻറ്റ്സ് എ ക്ലാസ്. ഓക്കെ, അടുത്ത മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് to make a common noun or proper noun to express quality. അപ്പം കോമൺ നൗൺ പ്രോപ്പർ നൗൺ എന്താണെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ മുന്നത്തെ നൗണിൻ്റെ ക്ലാസ് വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കോമൺ നൗൺ എന്താണ്, പ്രോപ്പർ നൗൺ എന്താണെന്ന്. അത് കണ്ടിട്ടില്ലാത്തവർ കാണാം. ഓക്കെ, എന്തായാലും ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ കോമൺ നൗൺ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തിനെ പറയുന്ന പേരാണ്. പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിനെ, ഒരു വസ്തുവിനെയൊക്കെ പറയുന്ന പേരാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ രാമു, സുരേഷ് എന്നൊക്കെ പറയുന്ന ഒരു പ്രോപ്പർ നൗണാണ്. അല്ലെങ്കിൽ താജ്മഹൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗണാണ്. ഡൽഹി എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗണാണ്. ഒരു കോമൺ നൗൺ എന്ന് പറയുന്നത് ക്ലാസ്, സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്നത് ഒരു കോമൺ നൗണാണ്. ഓക്കെ, ദെൻ അപ്പോൾ ഇതാണ് കോമൺ നൗണും പ്രോപ്പർ നൗൺ എന്ന് മനസ്സിലാക്കുക. ടു മേക്ക് എ കോമൺ നൗൺ ഓർ പ്രോപ്പർ നൗൺ ടു എക്സ്പ്രസ് ക്വാളിറ്റി, അവിടെ നമ്മൾ ആർട്ടിക്കിൾ ഉപയോഗിക്കും. അതായത് ഇപ്പോൾ ഒരു പ്രോപ്പർ നൗൺ, ഇപ്പോൾ ഒരാളുടെ പേരാണ് പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു. ഇപ്പം നമ്മൾ പറയുകയാണ്, നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു വളരെ ക്രൂരനായിട്ടുള്ള ഒരാളുണ്ട്, ഒരു ഹിറ്റ്ലർ ഉണ്ട് എന്ന് വിചാരിക്കാം. ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അയാളുടെ പ്രത്യേകത എന്താണെന്നല്ലോ. അപ്പോൾ നിങ്ങൾ പറയുന്നു, നിങ്ങളുടെ കൂട്ടുകാരൻ വീട്ടിൽ വന്നപ്പോൾ പറയുന്നു, എ ഹിറ്റ്ലർ ഈസ് ലിവിങ് ഇൻ മൈ
നൈബർഹുഡ്. എ ഹിറ്റ്ലർ ഇസ് ലിവിങ് ഇൻ മൈ നൈബർഹുഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എ ഹിറ്റ്ലർ ഇസ് ലിവിങ് ഇൻ മൈ നൈബർഹുഡ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ നമ്മുടെ കൂട്ടുകാരൻ പോയി നോക്കുമ്പോൾ അവിടെ ഹിറ്റ്ലറിനെ പോലെ ചെറിയൊരു മീശയൊക്കെ വെച്ച് ഒരു ആൾ അവിടെ നിൽക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അയാളുടെ സ്വഭാവമാണ്. അതായത് ക്രൂവലായിട്ടുള്ള ഒരാളാണ്, ഒരു വളരെ കരുണയില്ലാതെ പെരുമാറുന്ന ഒരാളാണ് അയാൾ എന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ നോക്കൂ, ഹിറ്റ്ലർ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോപ്പർ നൗണാണ്. പക്ഷേ ഒരു കാറ്റഗറിയെ അല്ലെങ്കിൽ ഒരു 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 കോമൺ നൗണായിട്ടാണ് നമ്മളതിന് ഉപയോഗിക്കുന്നത്. അതായത് ഒരു കൂട്ടത്തിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നൗണായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? എ ഉപയോഗിക്കും. എ ഹിറ്റ്ലർ ഇസ് ലിവിങ് ഇൻ മൈ നൈബർഹുഡ്. അല്ലാതെ നമ്മൾ എ എന്നുള്ള ആർട്ടിക്കിൾ ഒരു പേരിൻ്റെ കൂടെ നമുക്ക് ചേർക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസിലൊക്കെയാണ് ഇത് പറ്റുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി എ ഓർ ആൻ ഉപയോഗിക്കുന്ന മറ്റു കേസുകൾ ഞാൻ പറയുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും കേട്ടോ. എ ഓർ ആൻ ഇസ് യൂസ്ഡ് ബിഫോർ നാഷണാലിറ്റി, റിലീജിയൻ, caste, profession, etc. Okay, clear ആയല്ലോ? A or an is used before nationality, religion, caste, profession, etc. Example: I am an Indian. I am an Indian. He is a Muslim or Hindu or Christian. Okay. Then ഒരു പ്രൊഫഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് പറയാം സുധീഷ് ഈസ് എ ബിസിനസ് മാൻ. ഓക്കെ, ഈ കേസിൽ ഉപയോഗിക്കും. ഇനി എ ഓർ ആൻ യൂസ്ഡ് ബിഫോർ എ വെർബ് considered as a noun. ഇതാണ് അടുത്ത ആപ്ലിക്കേഷൻ. എ ഓർ ആൻ ഇസ് യൂസ്ഡ് ബിഫോർ എ വെർബ് കൺസിഡർഡ് ആസ് എ നൗൺ. ഇത് വളരെ എളുപ്പമാണ്, കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സാധനമാണ്. എ വെർബ് കൺസിഡർഡ് ആസ് നൗൺ. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വീട്ടിൽ വന്നു, നിങ്ങളുടെ പാരൻറ്റിനെ കാണാനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, മോനെ അല്ലെങ്കിൽ മോളെ അച്ഛൻ എവിടെ പോയി അല്ലെങ്കിൽ ബാപ്പ എവിടെ പോയി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയും ഒന്ന് നടക്കാൻ പോയതാ, അല്ലേ? ഒന്ന് നടക്കാൻ പോയതാ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയും ഫോർ എ വാക്ക്, അല്ലേ? അപ്പോൾ ഞാനതിൻ്റെ ഉദാഹരണം എഴുതാം. സലീം ഹാസ് ഗോൺ ഫോർ എ വാക്ക്. കഴിഞ്ഞ തവണ ഒരു ചോദ്യം ചോദിച്ചിരുന്നു കേട്ടോ. എങ്ങനെ അറിയാം? ഒരു വലിയ സെൻറ്റൻസ് തന്നിട്ട് ഇങ്ങനൊരു ടൈപ്പ് സെൻറ്റൻസ് തന്നിട്ട് അതിൽ ഈ ആർട്ടിക്കിൾ ഇല്ലാതെ ചോദിച്ചു. അത് ആ ഒരു ആർട്ടിക്കിൾ ചേർക്കുക എന്നുള്ളതായിരുന്നു അതിൽ തെറ്റ്. അപ്പോൾ സലീം ഹാസ് ഗോൺ ഫോർ എ വാക്ക്. ഇവിടെ നമുക്കറിയാം വാക്ക് എന്ന് പറയുന്ന ഒരു വെർബാണ്, ഒരു പ്രവൃത്തിയാണ്, ഒരു ക്രിയയാണ്, അല്ലേ? പക്ഷേ ഇവിടെ ഒരു നടത്തത്തിന് വേണ്ടി ഒന്ന് നടക്കാൻ പോയതാണെന്ന് നമ്മൾ പറയുന്നത് അവിടെ നൗണായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഫോർ എ, അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫോർ എ വാക്ക്, ഫോർ എ വിസിറ്റ്, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഫോർ എ വിസിറ്റ്, ഫോർ എ റൈഡ്, അത് നമ്മൾ സ്ഥിരം പറയുന്നല്ലേ. ഷാൽ വി ഗോ ഫോർ എ റൈഡ്? റൈഡ്, ഫോർ എ റൈഡ്. ദെൻ ഹാവ് എ ടേസ്റ്റ്, ഹാവ് എ ടേസ്റ്റ്. ഫോർ എ ടോക്ക്, ഫോർ എ ടോക്ക്, എക്സെട്ര. നമ്മൾ പറയില്ലേ ഒന്ന് നടക്കാൻ പോയതാ, ഒരു ചായ കുടിക്കാൻ പോയതാ, ഒരു ഡ്രൈവിന് പോയതാ. ആ ഒരു എന്ന് പറയുന്ന സാധനമാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, വളരെ സിമ്പിളാണ്. ദെൻ അടുത്ത ആപ്ലിക്കേഷൻ, എ ഓർ ആൻ ഇസ് യൂസ്ഡ് ബിഫോർ മിസ്, മിസ്സസ്, മിസ്റ്റർ പ്ലസ് നൗൺ. ഒരു കണ്ടീഷനാണ് പറയുന്നത്, മിസ്, മിസ്റ്റർ, മിസ്സസ് പ്ലസ് നൗൺ. നൗൺ എന്ന് പറയുമ്പോൾ ഒരു പേരായിരിക്കില്ലേ. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ചേർക്കുന്ന പറഞ്ഞത്. അപ്പോൾ എങ്ങനെ ഇരിക്കും? എ മിസ്റ്റർ രാമു, എ ചേർത്തു, മിസ്റ്റർ ചേർത്തു, ഒരു നൗൺ ചേർത്തു. ഇങ്ങനെ നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കാറെന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ
കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസ് മാത്രമേ ഉള്ളൂ വീട്ടിൽ. പാരൻസ് അതായത് അമ്മയും അച്ഛനൊക്കെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു കോളിംഗ് ബെല്ല് കേട്ടു. നിങ്ങൾ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി അവിടെ വന്ന് നിൽക്കുന്നു. ആ പെൺകുട്ടി വളരെ ദേഷ്യത്തിലാണ്. അപ്പോൾ ആ ദേഷ്യത്തിൽ നിങ്ങളുടെ മദറിനോട് പറഞ്ഞു, അവനില്ല അവിടെ. അപ്പോൾ ആര്? നിങ്ങളുടെ മോൻ, നിങ്ങളുടെ മൂത്ത മോനില്ലേ? അപ്പോൾ പറയും ഉണ്ട്. പറയും ഒന്ന് വിളിക്കൂ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പാരൻ്റ് ചോദിക്കും ആരാ, നിങ്ങളാരാ? അപ്പോൾ പറയും അതൊക്കെ ഞാൻ അവനോട് പറഞ്ഞോളാം, അവനറിയാം, വിളിക്കുക ഇങ്ങോട്ട് എന്ന് പറയും. അപ്പോൾ ഏകദേശം നിങ്ങളുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടാവും. എന്തായാലും നിങ്ങളുടെ പാരൻ്റ് വന്നിട്ട്, നിങ്ങളുടെ മദർ വന്നിട്ട് നിങ്ങളെ വിളിച്ചിട്ട് പറയും, വിളിച്ചിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി അകത്തേക്ക് പോരുന്നതിനിടയ്ക്ക് അവരോട് ചോദിക്കും ആര് വന്നു എന്നാണ് പറയേണ്ടത് ചോദിക്കും. അപ്പോൾ ഒരു പേര് പറയും. ഫോർ എക്സാമ്പിൾ ഒരു ധന്യ എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഒരു ധന്യ എന്ന് പറഞ്ഞ കുട്ടിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അമ്മ വന്നിട്ട് പറയും, നിങ്ങളുടെ പാരൻ്റ് നിങ്ങളെ വന്നിട്ട് പറയും ഒരു ധന്യ നിന്നെ കാണാൻ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെയല്ലേ പറയാം, ഒരു ധന്യ. അപ്പോൾ എന്താ ഒരു? അപ്പോൾ ഒരുപാട് ധന്യമാരുണ്ടോ എന്നുള്ളതാണോ, അല്ലെങ്കിൽ അതിലൊരു ധന്യ മാത്രം വന്നു എന്നാണോ? അല്ല. അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഈ കേസ് നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എ മിസ് ധന്യ ഹാസ് കെയിം ടു സീ യു അല്ലേ. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത് എ മിസ് ധന്യ ഹാസ് കം ടു സീ യു, ഈ സമയത്ത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എ മിസ് അല്ലെങ്കിൽ മിസ്റ്റർ, മിസ്സസ് എന്നൊക്കെ അതിൻ്റെ പേര് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ വന്ന കുട്ടി, അതായത് ഈ ധന്യ എന്ന് പറയുന്ന കുട്ടിയുടെ പേരറിയാം അല്ലേ, നെയിം അറിയാം. പക്ഷേ ആരാണ് എന്താണെന്നുള്ളത് ഈ പറയുന്ന നിങ്ങളുടെ മദറിന് അറിയില്ല. ഇങ്ങനെയുള്ള കേസുകളിലാണ് ഈ സ്ട്രക്ചർ നമ്മൾ ഉപയോഗിക്കുക. അതായത് ഈ പറഞ്ഞ ആളുടെ വെൻ ദ ഐഡൻറ്റിറ്റി ഓഫ് ദ സ്പീക്കർ ഇസ് നോട്ട് നോൺ ടു ദ സ്പീക്കർ. ഓക്കെ, ഐഡൻറ്റിറ്റി ഓഫ് ദ പേഴ്സൺ ഇസ് നോട്ട് നോൺ ടു ദ സ്പീക്കർ. അതായത് വന്നിരിക്കുന്ന ഒരു കുട്ടി, അവൾ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ പാരൻ്റ്, നിങ്ങളവിടെ കട്ടലിൽ നിവർന്ന് കിടക്കുന്നു. അപ്പോൾ ഈ ധന്യ എന്ന് പറയുന്ന കുട്ടി മദറിനോട് പറയുന്നു പോയി വിളിക്കാനായിട്ട്. മദറിന് ഇത് ധന്യയാണെന്ന് മനസ്സിലായി, പക്ഷേ ഇത് ആരാണ് എന്നുള്ളത് ഐഡിയ ഇല്ല. അങ്ങനെ മദർ വന്നിട്ട് ഇവരെ വിളിക്കുന്ന സമയത്ത് പറയുന്നു ഒരു ധന്യ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. എ ധന്യ, MS ധന്യ ഹാസ് കം ടു സീ യു. ഇതാണ് കേസ്. അതായത് ഈ പറയുന്ന വ്യക്തിയെ പേരറിയാം, പക്ഷേ ഐഡൻറ്റിറ്റി അറിയില്ല. ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഇത് തന്നെ എഴുതിക്കോളൂ. എ മിസ് ധന്യ ഹാസ് കം ടു സീ യു. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്ത റൂളിലേക്ക് പോവാം, അടുത്ത ആപ്ലിക്കേഷനിലേക്ക് പോവാം. ബിഫോർ ദ അഡ്ജക്റ്റീവ്സ്, അഡ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ കേട്ടോ. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ പറയും നൗണും അഡ്ജക്റ്റീവും അതുപോലെ വെർബും അഡ്വർബും അറിഞ്ഞിരിക്കണം. നൗൺ എന്ന് പറയുന്നത് നമുക്കത് നാമമാണ്, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഈ നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്, നാമവിശേഷണം എന്ന് പറയും. ഇപ്പോൾ നമ്മൾ പറയുന്നു, ഇപ്പോൾ ഒരാളുടെ പേര് എന്താണ്, അരവിന്ദ്. അരവിന്ദ് എന്നുള്ള പേരിനെ നമ്മൾ വിശേഷിപ്പിക്കാം. ഇപ്പോൾ സുന്ദരനായ അരവിന്ദ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ബിഫോർ ദ അഡ്ജക്റ്റീവ്സ് ലിറ്റിൽ, ഫ്യൂ. ലിറ്റിൽ എന്നുള്ള ഫ്യൂ എന്നുള്ള അഡ്ജക്റ്റീവിൻ്റെ മുമ്പ് ഉപയോഗിക്കാറുണ്ട്. എന്തിനാണ്? ടു ഗീവ് the sense of some. ഇനി ഞാൻ പറയാൻ പോകുന്ന എക്സാമ്പിൾ മിക്കവാറും എല്ലാവരും തെറ്റിക്കുന്ന ഒരു എക്സാമ്പിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് പുതിയ ആളുകൾ. ഓക്കെ, അതായത് ഞാൻ പറയുന്നു there is little water in that pot. ഇതിൻ്റെ മീനിങ് എന്താ? there is little water in that pot. അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് അറിയില്ല. പിന്നെ മറ്റൊരു there is few coins in my pocket. ഇതിൻ്റെ രണ്ടിനെ അർത്ഥം there is little water in that pot, there is few coins in my pocket എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് ആ കാണുന്ന പോട്ടിൽ കുറച്ച് വെള്ളമുണ്ടെന്നും
രണ്ടാമത്തത് എൻ്റെ പോക്കറ്റിൽ കുറച്ച് കോയിൻസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ബോത്ത് ആർ റോങ്. ലിറ്റിൽ, ഫ്യൂ എന്ന് പറഞ്ഞാൽ രണ്ടും നെഗറ്റീവാണ്. ക്ലിയർ ആയല്ലോ? രണ്ടും നെഗറ്റീവാണ്. ഇതിൻ്റെ മീനിങ് ഇല്ല എന്നുള്ളതാണ് മലയാളത്തിൽ. ഓക്കെ, അപ്പോൾ ദർ ഈസ് ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് പോട്ട് എന്ന് പറഞ്ഞാൽ ആ പോട്ടിൽ വെള്ളമില്ല എന്നുള്ളതാണ് അർത്ഥം. ദർ ഈസ് ഫ്യൂ കോയിൻസ് ഇൻ മൈ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ ഒരു 5 പൈസ പോലും ഇല്ല എന്നുള്ള അർത്ഥം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിറ്റിൽ ആൻഡ് ഫ്യൂ ടു ഗീവ് ദിസ് മീനിങ് ദ സെൻസ് സം, ഇത് സം എന്നുള്ളത് വരണമെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ എ ലിറ്റിൽ, എ ഫ്യൂ എന്ന് ചേർത്ത് കഴിഞ്ഞാലേ അത് കുറച്ച് എന്നുള്ള മീനിങ് വരുള്ളൂ. ദർ ഇസ് എ ലിറ്റിൽ വാട്ടർ ഇൻ ദാറ്റ് പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോട്ടിൽ കുറച്ച് വെള്ളമുണ്ട്. ദർ ഇസ് എ ഫ്യൂ കോയിൻസ് ഇൻ മൈ പോക്കറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ പോക്കറ്റിൽ കുറച്ച് കോയിൻസ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. ഇനി ഇത് എന്തിനാണ് ഈ ഒരേ സാധനം ഇല്ലയെന്ന് കാണിക്കാൻ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നിന് അർത്ഥം ഇതാണുള്ളൂ. ലിറ്റിൽ ഉപയോഗിക്കുക നമ്മൾ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ്. അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എണ്ണി തിട്ടാൻപ്പെടുത്താൻ പറ്റാത്ത, അതായത് വാട്ടർ, ഓയിൽ, ഷുഗർ തുടങ്ങിയിട്ടുള്ളത്. ഫ്യൂ എന്ന് പറയുന്നത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോയിൻസ്, ബെഞ്ച്, ഡെസ്ക് തുടങ്ങിയിട്ടുള്ള സംഭവങ്ങൾക്ക് ആണ് ഉപയോഗിക്കുന്നത് ഫ്യൂ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇതുവരെ തെറ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി പിടിച്ചോളാം. അപ്പോൾ എ ഓർ ആൻ ഇസ് യൂസ്ഡ് ബിഫോർ അഡ്ജക്റ്റീവ്സ് ലിറ്റിൽ ആൻഡ് ഫ്യൂ ടു ഗീവ്